നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പണവും സ്വത്തും എല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. വേണ്ട സമയത്ത് അത് വിനിയോഗിക്കാനും സൂക്ഷിക്കാനും കൂടി മലയാളികൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ചെന്നൈയിൽ 100 പവന്റെ പേരിൽ മലയാളി ദമ്പതികൾക്ക് നഷ്ടമായത് സ്വന്തം ജീവനാണ്. എരുമേലി സ്വദേശികളായ ആയുർവേദ ഡോക്ടർ 68-കാരൻ ശിവൻ നായർ, ഭാര്യ 63-കാരി പ്രസന്ന എന്നിവർക്കാണ് ദാരുണ അന്ത്യം സംഭവിച്ചത്. ചെന്നൈ ആവടിക്ക് സമീപം മുത്തുപുതുപ്പേട്ട ഗാന്ധിനഗറിലാണ് സംഭവം നടന്നത്. ഡോക്ടറും ഭാര്യയും വർഷങ്ങളായി ആവടിയിൽ സ്ഥിരതാമസക്കാരാണ്. കരസേനയിൽ ഉദ്യോഗസ്ഥനായിരുന്ന ആയുർവേദ ഡോക്ടർ ശിവൻ നായർ വിരമിച്ച ശേഷമാണ് ചെന്നൈയിൽ താമസമാക്കിയത്. ഭാര്യ പ്രസന്നകുമാരി അധ്യാപികയായി വിരമിച്ച ആളാണ്. മകനൊപ്പമാണ് ചെന്നൈയിൽ താമസിച്ചിരുന്നത്. ഇന്നലെ രാത്രിയിലാണ് നാടിനു നടുക്കിയ സംഭവമുണ്ടായതും. വീടിനോട് ചേർന്ന് ശിവൻ നായർ സ്വന്തം ക്ലിനിക് നടത്തിയിരുന്നു. ഇന്നലെ രാത്രി ക്ലിനിക്കിലേക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഒരു രോഗി വന്നിരുന്നു. രാത്രി ആയിരുന്നുവെങ്കിലും രോഗിയെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി ശിവൻ നായർ പരിശോധിച്ചു. പിന്നാലെ ഇവിടെ നിന്നും അസാധാരണമായ ബഹളമാണ് അയൽക്കാർ കേട്ടത്. തുടർന്ന് ഇവർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. എന്നാൽ പോലീസ് എത്തിയപ്പോഴേക്കും രോഗി എന്ന വ്യാജേന എത്തിയ ആക്രമി ദമ്പതികളെ ആക്രമിച്ച് വീട്ടിലുണ്ടായിരുന്ന 100 പവനുമായി രക്ഷപ്പെട്ടിരുന്നു. ദമ്പതികൾ ഈ സമയം ജീവനും വെടിഞ്ഞിരുന്നു. കടുത്തറുത്ത നിലയിലായിരുന്നു ഇവരുടെ ശരീരങ്ങൾ. ഡോക്ടറുടെ മകൻ ഹരി പുറത്തുപോയ സമയത്തായിരുന്നു ക്രൂര സംഭവം നടന്നത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് രാജസ്ഥാൻ സ്വദേശിയെ അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുണ്ട്. സംഭവസ്ഥലത്ത് നിന്നും പോലീസ് നടത്തിയ പരിശോധനയിൽ ഒരു മൊബൈൽ ഫോൺ കണ്ടെത്തിയിരുന്നു. ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രാജസ്ഥാൻ സ്വദേശി മഹേഷ് പിടിയിലായത് എന്നാണ് വിവരം. കൃത്യത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് പറഞ്ഞു. ഇവരുടെ വീട്ടിൽ CCTV ഇല്ലായിരുന്നു. ഇത്രയും സ്വർണം വീട്ടിൽ സൂക്ഷിച്ചിട്ടും വീട്ടിൽ പ്രാക്ടീസ് നടത്തിയിരുന്ന ശിവൻ നായർ വീട്ടിൽ CCTV വെച്ചിരുന്നില്ല. പ്രദേശത്ത് നിന്നും CCTV ദൃശ്യങ്ങൾ ലഭിക്കാത്തതും അന്വേഷണത്തിന് വെല്ലുവിളിയായിരുന്നു. വീടുകളിൽ സ്വർണവും പണവും ഒക്കെ സൂക്ഷിക്കുകയും നിരന്തരം ആളുകൾ വന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന വീട്ടിൽ CCTV ഉണ്ടായിരുന്നുവെങ്കിൽ അന്വേഷണത്തിന് സഹായകരമായേനെ എന്നാണ് പോലീസ് പറയുന്നത്. വിദേശത്തുള്ള അവരുടെ മറ്റു മക്കളെത്തിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.